Assalamualaikum. Welcome to Shana's vlog. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ആമസോൺ ഹോൾ ആണ്. ആമസോണിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് അടിപൊളി സെയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അധികം കുർത്തീസ് എൻ്റെ വാർഡ്രോബിലേക്ക് കൂടുതൽ ഞാൻ കാഷ്വൽ വെയർ കളക്ഷനിലേക്ക് കൂടുതലും കുർത്തീസ് അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഇതൊക്കെയാണ് കൊടുക്കാറ്. അപ്പം ഞാൻ കുറച്ച് അധികം അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ട്രൈ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. കുറച്ച് ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് ലൈക്ക് ഒരുപാട് ഈദ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ട്രൈ ആക്കാം. കുറച്ച് അടിപൊളി കുർത്തീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കംപ്ലീറ്റ് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് കൂടുതലും നമ്മളൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ 2 എണ്ണം മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഒന്നിൽ തന്നെ ഒരു കുറച്ചെണ്ണം വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് നോക്കാം. യെസ്, ഇതിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ വേറെ ഇത് നോക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ കുറേ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വരുന്നതല്ല, ലൈക്ക് കുറേ പ്രൊഡക്റ്റ് വരുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ അൺബോക്സിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സമയം. ഓക്കെ, അത് സ്റ്റൈൽ ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇത് ആക്ച്വലി എനിക്ക് സംഭവം മനസ്സിലായി. ചിലത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ചധികം ഓർഡർ ചെയ്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, ചിലത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു അടിപൊളി കാഫ് ലെങ്ത്തിൽ വരുന്നൊരു കുർത്തിയാണ്. സോ ഇതാണ് നമ്മളെ കുർത്തി. നല്ല കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ വേറെയും 3 കളേഴ്സ് കൂടി അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഈ നെക്കാണ് വന്നിട്ടുള്ളത്. വേറെ ഇത് ക്ലിപ്പ് ഞാൻ വേറെ ചെയ്തിട്ടില്ല, വേറെ ചെയ്തിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചൈനീസ് കോളേർഡ് ആയിട്ടുള്ള ഒരു വി നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിലും പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നോർമൽ 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ ആണ്. കാഷ്വൽ വെയറിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. ഇതൊരു എ ലൈൻ കുർത്തിയാണ്. ഫുൾ പ്രിന്റഡ് ആയിട്ട് ഒരു ഗ്രേയിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രേ. എനിക്ക് എല്ലാ ഗ്രേയും ഇഷ്ടമല്ല, പക്ഷെ നല്ലൊരു ഗ്രേ. ഇതിൽ തന്നെ യെല്ലോ, ഗ്രേ, പേർപ്പിൾ, ബ്ലൂ ഈ ഒരു കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ബട്ടൺസ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഈ ത്രെഡ് ബോൾസ് പോലില്ലേ, കാണുന്നുണ്ടോ? ഒരു ഫുൾ പ്രിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇടയിൽ ഇങ്ങനെ ത്രെഡ് ബോൾ പോലെ കണ്ട ത്രെഡ് ബോൾ പോലെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ ത്രെഡ് ബോൾ പോലെ വരുന്നുണ്ട്. സോ ഇവിടെ താഴോട്ടേക്കായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എ ലൈൻ ആയിട്ടാണ് വരുന്നത്. അടിപൊളിയാണ്. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, അടിപൊളിയാണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് നമുക്കൊരു ലെഗിൻസ് മതിയല്ലോ. എ ലൈൻ ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റ് ഒന്നും വരാത്തതിനോണ്ട് തന്നെ ഒരു ലെഗിൻ ഇട്ട് കൊടുത്താൽ മതി. ഒരു വൈറ്റ് ലെഗിനും അല്ലെങ്കിൽ ഒരു വൈറ്റ് സിഗരറ്റ് പാനൊക്കെ അടിപൊളിയായിരിക്കും. ഒരു വൈറ്റ് പലോസ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ വൈറ്റ് പലോസ ആയിരിക്കും കൂടുതലായിട്ട് വെയർ ചെയ്യാറ്. നിങ്ങളെ കംഫർട്ടബിളിനനുസരിച്ച് ട്രൈ ആവുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. മെറൂൺ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രസമാണല്ലോ മെറൂൺ ഷെയ്ഡ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ്. വാവ്, അടിപൊളി കേട്ടോ. എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഈ ഒരു യോക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതിൻ്റെ നെക്കും വന്നിട്ടുള്ളത് ഇങ്ങനെ വി നെക്കാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ ത്രൂ ഔട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ഓറഞ്ച് ആൻഡ് പീച്ച് എംബ്രോയിഡറിയിലാണ് വരുന്നത്. സോ സ്ലീവ് നല്ല ഭംഗിയുണ്ട്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കുർത്തി. ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവ് ആയിട്ട് എൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഇവിടെ ഇങ്ങനെ
ഒരു വുഡൻ ബട്ടൺ, ചെറുതായിട്ടൊരു ബട്ടൺ വന്നിട്ടുണ്ട്. നല്ലൊരു സ്ലീവാണ്. സ്ലീവിൻ്റെ ആ പോർഷനായിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള എംബ്രോയ്ഡറി വർക്ക്. ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് ഒരു ആലിയ കട്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. കണ്ടോ, ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. സോ ഇതും എ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കാഫ് ലെങ്ത് ഉണ്ടാവും, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നീലും താഴെ ആയിരിക്കും എന്തായാലും ലെങ്ത് വരാം. സോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓൾസോ ഇതിൻ്റെ എന്താ പറയുക, ഒരു മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ചെയ്യാതെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഒരു ഓഫ് വൈറ്റ് ഷോൾ അല്ലെങ്കിൽ ഒരു ഐവറി വൈറ്റ് ഷോളൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നെക്സ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് നമ്മളൊരു കുർത്തി സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇത് ജനാസ്യ ബ്രാൻഡിൻ്റെതാണ്. ഓക്കെ, സോ ഈ ഒരു കുർത്തി സെറ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിട്ടുണ്ട്. ടോപ്പ് വന്നിട്ടുള്ളത് ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ്, ചെറിയ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതിന് വലിയ പ്രൈസൊന്നും വരുന്നില്ല കേട്ടോ. നല്ല വർത്താണ്. ഞാൻ ചെറിയ പ്രൈസിലാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. കുർത്തി സെറ്റാണ്, അപ്പം നിങ്ങൾ അത് നോട്ട് ചെയ്യണം. 3 പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. സോ ചൈനീസ് കോളേഡ് ആയിട്ട്, ഫീഡിങ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫീഡിങ് ഫ്രണ്ട്ലി അല്ല, ബട്ട് ഇവിടെ നമുക്കൊരു ഹുക്ക് പോലെ വന്നിട്ടുണ്ട്. ഇവിടെ താഴോട്ടുള്ള ബട്ടൺ ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രിൻ്റാണ്, സ്റ്റാൻഡേർഡ് പ്രിൻറ്റിൽ. ഓൾസോ നല്ല കളറിലാണ് വന്നിട്ടുള്ളത്. സ്ലീവിലേക്ക് വരുവാണെങ്കിൽ 3/4 ലെങ്ത്തിലാണ് സ്ലീവ് വരുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത മാതിരി, ഫോൾഡ് ചെയ്ത് വെച്ച പോലെ തന്നെ സ്ലീവ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. നീലും താഴെ ലെങ്ത് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നീലും താഴെ നമ്മളെ നോർമൽ ചുരിദാർ സെറ്റ്സിൻ്റെ ഒക്കെ ലെങ്ത്. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇപ്പം ഇതിന് പോക്കറ്റ് വരാനുള്ള ചാൻസ്, പോക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോക്കറ്റിൽ കൈ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു വെയർ ചെയ്ത ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും ലെങ്ത്തും കാര്യങ്ങളൊക്കെ. ഓക്കെ, മെയിനായിട്ട് എനിക്ക് ഇതിലൂടെ പറയേണ്ടത് അതിൻ്റെ ക്വാളിറ്റി 10 ഔട്ട് ഓഫ് 10 ആണ് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഇപ്പം തന്നെ പറയാം. കാരണം എനിക്ക് ആമസോൺ ഇതുവരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ കയ്യിൽ നിന്ന് ക്ലോത്ത്സ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോത്ത്സാണ് കൂടുതൽ എനിക്ക് ഭയങ്കര ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ബാക്കിയുള്ളതും അടിപൊളിയാണ്. എന്നാലും ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്ടം അപ്പായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ബോട്ടത്തിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഇങ്ങനെ എലാസ്റ്റിക് ഇല്ലാതെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ്. സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റിയിലാണ് ബോട്ടമൊക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചുരുങ്ങി പോവുക, കളറുകൾ അങ്ങനത്തെ ഒന്നും മെറ്റീരിയൽ അല്ല കേട്ടോ. സോ ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ വരുന്നുണ്ട്. ഞാനതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, വലിയ പ്രൈസിലൊന്നുമല്ല ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത്ര പ്രൈസ് കുറവിൽ നമുക്ക് സെറ്റ്. ചിലപ്പോൾ ദുപ്പട്ട ലെങ്ത്ത് കുറവായിരിക്കും. ഇല്ല, നല്ല ലെങ്ത്തും വിടുത്തിലൊക്കെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഗൈസ് മിസ്സാക്കണ്ട, ട്രൈ ചെയ്തോ. നമ്മൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ വേറെ ചെയ്യാമല്ലോ. നല്ല അടിപൊളിയായിരിക്കും. സോ നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഓക്കെ, അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്തൊക്കെ, ക്വാളിറ്റി അടിപൊളിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ വേറെ ചെയ്ത് കാണിക്കാനുള്ളൊരു ത്രില്ലാണ് ഞാൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞല്ലോ, അതാണ്. ഇത് നല്ലൊരു മല്ലിക കളർ എന്നൊക്കെ പറയില്ലേ, മല്ലിക കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രീമിയം ക്വാളിറ്റി. ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട്. നമ്മൾ കാണിച്ചു വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇതിലുണ്ട്. ബിബ ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. ഓക്കെ, സോ ബിബ ബ്രാൻഡിൻ്റെ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വാവ്, ദ ക്വാളിറ്റി, ലുക്ക് അറ്റ് ദ ക്വാളിറ്റി. സോ ആ ഒരു എംബ്രോയ്ഡറി നെക്ക് ആ ഒരു ഭാഗമൊക്കെ നോക്കി എന്ത് രസം. ഇത് വേറെ ചെയ്താൽ തന്നെ വേറെ ലെവലേക്കും. നമുക്കില്ലേ ചില കുർത്തീസ് വേറെ ചെയ്താൽ, കുർത്തീസ് സെറ്റ്സ് ആണെങ്കിലും വേറെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും.
അതിൻ്റെ ഫിറ്റിംഗ് ചിലതിൻ്റെ ഫിറ്റിംഗ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ വലിയൊരു വൃത്തി ഉണ്ടാവില്ല, ബാക്ക് സൈഡ് മേ ബി വലിയ സുഖം ഉണ്ടാവില്ല, ലൈക്ക് ചിലത് തൂങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെയൊക്കെ വരും. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില ഫിറ്റിംഗ് നമ്മളെ സ്റ്റാൻഡേർഡിലേക്കാക്കും. ചിലപ്പോൾ ആ പ്രിന്റും കളറും ഒന്നും രസമില്ലെങ്കിലും അതിൻ്റെ ഫിറ്റിംഗ് നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും ചില കുർത്തീസ് ഓർ കുർത്തി സെറ്റ്സ്. പക്ഷെ ചിലത് പ്രിന്റും ഒക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോലം ഉണ്ടാവില്ല. അങ്ങനെ വരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ്, ലൈക്ക് ഒരു ഫിറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും. സോ അത് നോക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ ബിബ ബ്രാൻഡിൻ്റെ ഇതൊക്കെ അടിപൊളിയാണ്, എങ്ങനെ വെയർ ചെയ്താലും ഭയങ്കര സ്റ്റാൻഡേർഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊരു ബിബ ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള. ഇത് ഒരു ലിനൻ മെറ്റീരിയൽ, ലൈക്ക് കോട്ടൺ പ്ലസ് ലിനൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് കുർത്തിയാണ്. സോ റൗണ്ട് നെക്കാണ്, നോർമൽ 3/4 സ്ലീവ് ആണ്. ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട്, 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇങ്ങനെ വേറെ പ്രിന്റ് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. സോ പോക്കറ്റ് വരുന്നുണ്ട്, യെസ് 2 ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒക്കെ ഒരു വൈറ്റ് ഓർ ബ്ലൂ ജീൻസ് ആണെങ്കിലും വൈറ്റ് പലോസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഇത് സിഗരറ്റ് പാൻസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് വിചാരിക്കുന്നു. വൈറ്റ് സിഗരറ്റ് പാൻസ് അല്ലെങ്കിൽ ഒരു ജീനിൻ്റെ കൂടി ഒക്കെ, ബാഗി ഫിറ്റ് ജീൻസിൻ്റെ കൂടെ ഒക്കെ രസമുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കുർത്തി നമുക്ക് കാഷ്വൽ ആയിട്ടും ഈവൻ നമുക്കൊരു ഫംഗ്ഷനും യൂസ് ചെയ്യാം. കാരണം ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഒക്കെ കണ്ടോ, കുറച്ചൊരു ഗ്ലൈസിങ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ തൊടുമ്പോൾ ഒന്നും അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലൈസിങ് പോലെ ഉണ്ട്. മെറ്റീരിയൽ കണ്ടോ, ഗ്ലൈസിങ് പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനും വെയർ ചെയ്താൽ നല്ല ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ വെയർ ചെയ്യാം, നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാം, അടിപൊളിയാണ്. ഇതൊന്ന് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണെങ്കിൽ. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്, നല്ലൊരു കളറുമാണ് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. സോ നെക്സ്റ്റ് എഗെയിൻ നമ്മളൊരു കുർത്തി, ജനാസ ബ്രാൻഡിലാണ് ഈ ഒരു കുർത്തിയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ, നേവി ബ്ലൂ ആണ്, നല്ലൊരു ബ്ലൂ ആണ്, നേവി ബ്ലൂ അല്ല, നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. യെസ്, വാവ്, ക്വാളിറ്റി അടിപൊളി, നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കാഷ്വലായിട്ട് വെയർ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി, ഭയങ്കര ഇഷ്ടമായിട്ടോ. സോ അടിപൊളി, വാവ്, നല്ല ഭംഗിയുണ്ടാവും. വൈറ്റ്, ഇതിനെല്ലാത്തിനും ഒരു വൈറ്റ് ബോട്ടം നമ്മളെ വാർഡ്രോബിൽ മസ്റ്റ് ഹാവ് ആണ്. ഒരു വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ ഇത് എല്ലാത്തിനും നമുക്ക് ഇട്ടുകൊടുക്കാം. സോ ഇനി വാങ്ങുന്ന കുർത്തീസിന് വൈറ്റ് എന്തായാലും മസ്റ്റ് ഹാവ് ആണ്. വൈറ്റും ബ്ലാക്കും എന്തായാലും എല്ലാവരും വാർഡ്രോബിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. പലോസ ഫിറ്റിലും ഉണ്ടാവുന്നത് നല്ലതാണ്, സിഗരറ്റ് ഫിറ്റിലും ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് മാറി മാറി യൂസ് ചെയ്യാമല്ലോ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. റൗണ്ട് നെക്കാണ്, യോക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനൊരു സിൽവർ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ടുള്ളത് നോർമൽ 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രിന്റ്, ഓൾസോ നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാണ്, നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ക നേവി ബ്ലൂ അല്ല, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. സോ നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സോ ഇതാണ് നമ്മൾ അടുത്തത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാം തന്നെ അടുത്ത് സെറ്റിൻ്റെ സൈസ് നോക്കട്ടെ, അത് നോക്കാം. സെറ്റ് ഇത് നമ്മൾ XXL ചൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ടോപ്സ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. ഇത് മാത്രം XXL, ബാക്കിയെല്ലാം XL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സെറ്റ് എനിക്കിങ്ങനെ കണ്ടപ്പം ഒരു ഫിറ്റിംഗ് കുറച്ചുകൂടി ഒരു ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു സൈസ് ആയിട്ട് അപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കൂടുതലും സെറ്റ്സ് ആണെങ്കിലും കുർത്തീസും ഞാൻ നോർമലും ഒരു സൈസ് അപ്പ് എടുക്കാറുണ്ട്. ലൈക്ക് നമുക്ക് കാണുമ്പോൾ ഏകദേശം അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ കൂടുതലും ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ ഞാൻ അപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫീലിലേക്ക് കിട്ടും. ലൂസായിട്ട് വെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് കിട്ടുന്ന പോലാണ്. ബട്ട് അങ്ങനെ ചില ഡ്രസ്സ് നമുക്ക് അങ്ങനെ എടുത്താൽ കിട്ടൂല, കൊലക്കേടും ആവും. ശ്രദ്ധിച്ച് ഞാൻ എടുക്കുന്നത് ഞാൻ എന്തായാലും നിങ്ങളോട് പറയും, എങ്കിൽ കാണുന്നത് നിങ്ങൾ. ഓക്കെ, എനിവേ ആ ഒരു കുർത്തി സെറ്റ് XXL ആണ്, ബാക്കിയൊക്കെ XL ആണ്. സോ XL ആണ് എൻ്റെ നോർമൽ സൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് വരുന്നത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓൾ പ്രൊഡക്റ്റ് ലിങ്ക് തന്നെ മേലെ കൊടുത്തിട്ടുണ്ടാവും. സിംഗിളായിട്ട് ഓരോ പ്രൊഡക്റ്റും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ അല്ലാതെയും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇഷ്ടമായതും ഫിറ്റിങ്ങും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സൈസ് ഞാൻ ഓൾസോ പറഞ്ഞു.
ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.